കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. വി.സി. മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം തള്ളി ഫയൽ നീക്കം പൂർണ്ണമായും നിയന്ത്രിച്ച് രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറും സംഘവും. ഡിജിറ്റൽ ഫയലിംഗ് നിയന്ത്രണം തനിക്ക് വേണം എന്ന വിസിയുടെ ആവശ്യം സോഫ്റ്റ്വെയർ സർവീസ് നൽകുന്ന കമ്പനിയും തള്ളി. അഡ്മിൻ അധികാരം നൽകിയ നോഡൽ ഓഫീസേഴ്സിനെ പിൻവലിക്കണം എന്ന നിർദ്ദേശവും സ്വകാര്യ സർവീസ് പ്രൊവൈഡർ അംഗീകരിച്ചിട്ടില്ല. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, ഈ തർക്കം പോര് ഇങ്ങനെ തുടരുകയാണല്ലോ. ഇനി വരും ദിവസങ്ങളിൽ എന്തു പ്രതീക്ഷിക്കണം റിനു? ഉന്മേഷ്, സർവകലാശാലയിൽ പ്രതിസന്ധി രൂക്ഷം തന്നെയാണ്. വലിയ രീതിയിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ വലിയ സമ്മർദ്ദങ്ങളും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലും അത്തരമൊരു പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള അതിരൂക്ഷമായിട്ടുള്ള പോര് തന്നെയാണ് സർവകലാശാലയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ വി സി ഒരു വശത്തേക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോഴും പുതിയ വി സിയുടെ ചുമതലയുള്ള മിനി കാപ്പൻ അത് ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറായില്ല. പക്ഷേ മിനി കാപ്പൻ വഴിയുള്ള ഫയലുകൾ മാത്രമേ നോക്കൂ എന്നുള്ളതാണ് വി സിയുടെ ഒരു പിടിവാശി എന്ന് തന്നെ നമുക്കത് പറയേണ്ടി വരും. കാരണം രജിസ്ട്രാർ ഇപ്പോഴും അനിൽകുമാർ ഓഫീസിൽ എത്തുന്നുണ്ട്, ഫയൽ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രജിസ്ട്രാർ ID കട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് പുതിയ രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പന് നൽകുകയും ചെയ്തു. പക്ഷേ ഈ ഫയലിംഗിൻ്റെ സംവിധാനങ്ങളൊന്നും തന്നെ അങ്ങോട്ടേക്ക് മാറ്റുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഇ ഫയലിംഗ് സംവിധാനം കെൽട്രോണിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരോട് ഇത് മാറ്റി നൽകണം, രജിസ്ട്രാറിൽ നിന്ന് അത് വിച്ഛേദിക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം വി സിയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് അംഗീകരിക്കുവാൻ വേണ്ടി ഈ കമ്പനി തയ്യാറായിട്ടില്ല. കാരണം ഈ വൈസ് ചാൻസലറുമായി അല്ല കരാർ ഏർപ്പെട്ടിരിക്കുന്നത്, തങ്ങൾ രജിസ്ട്രാറുമായിട്ടാണ്. അതുകൊണ്ട് വി സി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം നൽകണമെങ്കിൽ കെൽട്രോൺ ആണ് നൽകേണ്ടത്. കെൽട്രോൺ വഴിയാണ് ഈ ഒരു കരാർ ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇ ഫയലിംഗ് സംവിധാനം മുഴുവനും ഇപ്പോഴും രജിസ്ട്രാറുടെ കീഴിൽ തന്നെയാണ്. എല്ലാ രീതിയിലുള്ള ഇ ഫയലിംഗ് സംവിധാനവും രജിസ്ട്രാർ കൈയടക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, മോഹൻ കുന്നുമ്മേൽ കൃത്യമായി തന്നെ രജിസ്ട്രാറെ ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടത്തരുത് എന്നുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക്, സുരക്ഷാ ജീവനക്കാർക്ക് അടക്കം നൽകിയിരുന്നു. പക്ഷേ അവരൊന്നും തന്നെ അത് പാലിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ വീഴ്ചയുണ്ട്. ഒപ്പം പോലീസുകാരെല്ലാം തന്നെ SFI പ്രവർത്തകരെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രതിഷേധം എന്നുള്ള രീതിക്ക് BJP സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം ചേർന്ന് നാളെ ഹൈക്കോടതിയെ സമീപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഹർജി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് സുരക്ഷാ പാളിച്ചയാണ് സർവകലാശാലയിൽ, സമാധാന അന്തരീക്ഷമല്ല എന്നുള്ള ഉയർത്തിക്കാട്ടിയാണ് ഹർജി നൽകുന്നത്. എന്തായാലും ഈ പ്രൊവൈഡർമാർ ഈ ഒരു ഇ ഫയലിംഗ് സംവിധാനം രജിസ്ട്രാർക്ക് മാറ്റി നൽകാത്തത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും പ്രതിസന്ധി രൂക്ഷം തന്നെയാണ്. സർവകലാശാലയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു സമാധാന അന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.